അങ്ങനെ വേദയെ വിളിക്കാൻ പോയ അച്ഛനും ശ്രീകാന്തും മടങ്ങി വരികയായിരിക്കും ചെയ്യുന്നത്. ഈ സമയം ശ്രീകാന്താണെങ്കിലും അച്ഛനോട് ചോദിക്കുകയായിരിക്കും, അച്ഛന് വിഷമമായാലേ നമ്മൾ പോകണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ അച്ഛനാണെങ്കിലും പറയുന്നുണ്ട്, അമ്മയ്ക്കായിരുന്നല്ലോ വിശ്വാസം ഞാൻ വന്ന് വിളിച്ചാൽ അവൾ വരുമെന്ന്. ഇപ്പം കണ്ടില്ല, അവൾ വരികയും കൂടി ചെയ്തില്ല. അവൾ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത പോലെയാണ്. ഇനിയിപ്പോൾ എൻ്റെ സംശയം, നമ്മളന്ന് ദർശനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്ത കാര്യമെങ്ങാനും അവൾ അറിഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെയാണ് എൻ്റെ ടെൻഷൻ. അന്ന് ആ ഒരു വിധവയുടെ ആ ഒരു ചടങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ, അവൾക്ക് കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അവൾക്ക് നല്ല മാറ്റമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ശേഷം കാണിക്കുന്നത് വേദയായിരിക്കും. വേദയ്ക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം ശ്രീജ കൊണ്ട് കൊടുക്കുമായിരിക്കും. അപ്പോൾ വേദയാണെങ്കിൽ വേണ്ട എന്നൊക്കെ പറയുമായിരിക്കും. ശ്രീജ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും വേണ്ട എന്ന് പറയുമായിരിക്കും ചെയ്യുന്നത്. ശേഷം അപ്പോൾ അമ്മയാണെങ്കിലും ഭക്ഷണം ഇങ്ങനെ കഴിക്കാതെ നിൽക്കുമായിരിക്കും. അപ്പോൾ അമ്മയെടുത്ത് ശ്രീജയും അതുപോലെ തന്നെ നന്ദിനിയും പറയുന്നുണ്ട്, അമ്മ ഈ ഇടയായിട്ട് ഭക്ഷണം കഴിപ്പൊക്കെ തീരെ കുറവാണ്. വേദ ചെറുപ്പക്കാരിയാണെന്നെങ്കിലും വിചാരിക്കുക, അമ്മ അങ്ങനെയല്ലല്ലോ, അമ്മയ്ക്ക് പ്രായമായതല്ലേ, വല്ല അസുഖവും വരും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ അമ്മയാണെങ്കിലും പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ വീട്ടിൽ വന്ന ആൾക്കാരെ നമ്മളിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ആ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ എനിക്കും മതി, എനിക്കതൊരു സുഖമുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാത്തത്. ആ കുട്ടിക്ക് എപ്പോഴാണോ കഴിക്കാൻ തോന്നുന്നത് ആ സമയത്ത് ഞാനും കഴിച്ചോളാം എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോവുമായിരിക്കും ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് വിക്രമായിരിക്കും. വിക്രമാണെങ്കിൽ ആ പാർട്ടി ഓഫീസിൽ ഇങ്ങനെ ചെല്ലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് പറയുമായിരിക്കും ചെയ്യുന്നത്, നിൻ്റെ അടുത്ത് ഒതുക്കാൻ വേണ്ടിയിട്ടല്ലേ അന്ന് അങ്ങോട്ട് വിട്ടത്, അപ്പോൾ നീ ആ ജില്ലാ ജഡ്ജിയുടെ മോളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് എന്തിനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരിക്കും. അപ്പോൾ വിക്രമാണെങ്കിലും നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത്. ഇലക്ഷനാണ് വരാൻ പോകുന്നത്, അപ്പോഴേക്കും നീ എങ്ങനെയെങ്കിലും ഒന്നില്ലെങ്കിൽ ഭാര്യയായിട്ട് തന്നെ അംഗീകരിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ടുപോയി വീട്ടിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വിക്രമാണെങ്കിലും ഞാൻ എല്ലാം നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത്. ശേഷം അവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും വേദ ഇങ്ങനെ അവർ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീജയും നന്ദിനി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ചെല്ലുമായിരിക്കും. അപ്പോൾ നന്ദിനിക്ക് അത് ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടാവില്ല. ആ സമയത്തായിരിക്കും അമ്മ വരുന്നത്. അപ്പോൾ അമ്മ വരുന്ന സമയത്ത് വേദ വേഗം മാറി അവിടെ പോയി മാറിയിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വേദയാണെങ്കിലും അത് കൂടെ പച്ചക്കറി പോകുന്ന സമയത്ത് വേഗം എഴുന്നേറ്റ് പോയി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങായിരിക്കും ചെയ്യുന്നത്. ആ സമയം പൈസ കൊടുക്കാൻ നേരത്ത് പച്ചക്കറി വിൽക്കാൻ വന്ന ചേച്ചി പറയും, വേണ്ട, എനിക്ക് ഒരുപാട് കടം കൊടുക്കാനുണ്ട് വിക്രമന്, അത്രയും നല്ല കുട്ടിയാണ്, എന്നെ സഹായിച്ചതും കൂടി ആ കുട്ടിയാണ്, ഞാനപ്പോൾ പൈസ വാങ്ങിയാൽ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദിയാണെങ്കിലും പറയുന്നുണ്ട്, ആ കണക്ക് നിങ്ങളായിട്ട് തീർത്തോ, പക്ഷേ ഇതിന് ഞാൻ എന്തായാലും തന്നിരിക്കും എന്ന് പറഞ്ഞ് 200 രൂപ അയച്ചു കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വേദ പച്ചക്കറി കൊണ്ടുവന്നിട്ട് അവിടെയുള്ള എല്ലാവരുടെ പറയുന്നുണ്ട്, അതായത് അമ്മയും നിൽപ്പുന്നുണ്ടാവും, അതുപോലെ തന്നെ നന്ദിനിയും അതുപോലെ തന്നെ ശ്രീജിയും. എന്നിട്ട് ഇങ്ങനെ പറയും, ഇവിടെയുള്ള സാധനങ്ങളല്ലേ എടുക്കാൻ പറ്റില്ല എന്നുള്ളൂ, ഞാനായിട്ട് തന്നെ ഉണ്ടാക്കിയ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. എനിക്കിത് വെക്കാനുള്ള പാത്രം തരുമോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയും, അപ്പോൾ ഇത്രയും സാധനം വാങ്ങിച്ചപ്പോൾ കുറച്ച് കടയിൽ ചെന്ന് ആ പാത്രം കൂടി വാങ്ങി വന്നാൽ മേലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയേ. അപ്പോൾ അമ്മയാണെങ്കിലും പറയും, നന്ദിനി ഒന്നും മിണ്ടാതിരിക്കുക, ആ കുട്ടിക്ക് എന്താ വേണ്ട വെച്ച് എടുത്തു കൊടുക്ക്, ആ കുട്ടിക്ക് ഇവിടെ ഇരുന്ന് ആഹാരം ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിച്ചോട്ടെ, എന്താ വെച്ച് കൊടുക്കുക എന്നിങ്ങനെ പറയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ വേദയെടുത്ത് ശ്രീജ ചോദിക്കുന്നുണ്ട്, മോൾക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ അതിനെ അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരിക്കും. അപ്പോൾ വേദയാണെങ്കിൽ ഭയങ്കര ബടായി വിടലായിരിക്കും, എനിക്ക് നന്നായി കുക്ക് ചെയ്യാനറിയാം, ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ചുറ്റിനും വന്ന് നിൽക്കും, എനിക്ക് അത്രയ്ക്ക് നല്ല പാചകമൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബടായി വിടായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അടുക്കളയിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ എടുത്തിട്ട് ഇതിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും. എന്നിട്ട് പിന്നെ ഗൂഗിൾ ഉണ്ടല്ലോ, ഗൂഗിളിൽ നോക്കാം എന്ന് പറഞ്ഞ് അതിൽ സെർച്ച് ചെയ്ത് ഓരോന്നൊക്കെ നോക്കുമായിരിക്കും ചെയ്യുന്നത്. ശ്രീജി ആണെങ്കിലും വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ വേദ അത്യാവശ്യം കുക്കൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് വേദയുടെ വീടായിരിക്കും. അവിടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അമ്മയാണെങ്കിലേക്ക് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അച്ഛനാണെങ്കിലും ശ്രീകാന്താണെങ്കിലും പറയുന്നുണ്ട്, ഇപ്പം എന്തായി, പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് അപമാനിക്കാന്നല്ലാണ്ട് ഒന്നും നടന്നില്ല, പോകണ്ടായിരുന്നു എന്ന് തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ശ്രീകാന്താണെങ്കിലും പറയുന്നുണ്ട്, അവർ വല്ല പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ഇതൊക്കെ ചെയ്തത്. അപ്പം മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, ആ മാഷയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയുന്നില്ല അവരതിനൊന്നും വേണ്ടി ചെയ്തൊന്നും ആവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ വർഷയാണെങ്കിലും പറയുന്നുണ്ട്, ആദ്യം എല്ലാവരും മാന്യത തന്നെ കാണിക്കുക, പിന്നീടായിരിക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാവുക, അതൊക്കെ അവരുടെ അഭിനയമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ഈ സമയമായിരിക്കും അമ്മ പറയുന്നത്, അവൾ എന്തോ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയെന്നാണ് തോന്നുന്നത്, അല്ലാണ്ട് ഇത്രയും സ്നേഹമുള്ള അച്ഛനോട് അവൾ ഒരിക്കലും അങ്ങനെ പറയില്ല, എന്തോ അവിടെ നടക്കുന്നുണ്ട്, അവളോട് ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും വിക്രം, അതുകൊണ്ടായിരിക്കും എൻ്റെ മോൾ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരച്ചിലായിരിക്കും. ഈ സമയം വേദയുടെ അനിയത്തി വന്നിട്ട് അവർ കാശിന് വേണ്ടിയാണ് എല്ലാം ചെയ്തതെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞൊരു വീഡിയോ കാണിക്കുകയായിരിക്കും. അപ്പോൾ ആ അച്ഛനാണെങ്കിൽ ആ വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.